എന്റെ വരവ് ഇപ്പം എന്തിനാന്നുള്ളത് തൽക്കാലം ആരോടും പറയാൻ നിൽക്കണ്ട. എത്രത്തോളം വൾഗറായി നിൽക്കാൻ പറ്റുമെന്ന് കാണിക്കാൻ ഷർട്ടും പാൻസും ഊരി. ശിവ കാരണം ഞങ്ങൾക്കതെല്ലാം ചെയ്യേണ്ടി വന്നു, സൂരജ് സൺ പറയുന്നു. ഷാജോൺ കരിയാൽ സംവിധാനം ചെയ്യുന്ന മൃദുഭാവേ ദൃഢകൃത്യ എന്ന ചിത്രം തിയേറ്ററുകളിലെത്തുകയാണ്. പിള്ളേരെ കാണുമ്പോൾ ചൊറിച്ചിൽ നിർത്തി കബഡികളിൽ ജയിക്കാൻ നോക്കണം. ഇത്തവണ കബഡിക്ക് ആ ഗോവിയും ടീമും പുറത്തുനിന്ന് ആളിറക്കണ്ടെന്നാ കേട്ടെ. സിനിമയിൽ അഭിനയിച്ച അനുഭവത്തെക്കുറിച്ച് പറയവേ നാണം എന്ന സാധനം എടുത്തു മാറ്റിയതിന് പിന്നിലെ രഹസ്യം അഭിനേതാക്കൾ വെളിപ്പെടുത്തി. ശിവരാജും സൂരജ് സണ്ണുമൊക്കെയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഇതിൽ അത്യാവശ്യം ഡ്രസ്സും കുറച്ച് പൈസയും. തൽക്കാലം നീ എങ്ങോട്ടെങ്കിലും മാറിയിരിക്കും. ഞാൻ കേസെടുത്താ നീ അടക്കം സകല എണ്ണം അകത്ത് കിടക്കേണ്ടത്. പാടാത്ത പൈങ്കിളി എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് പരിചിതനായ നടനാണ് സൂരജ് സൺ. പിന്നീട് സീരിയലിൽ നിന്നും പിന്മാറിയ നടൻ സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. കാസി, ഞാൻ മുന്നിൽ നിൽക്കത്തേ ഉള്ളൂ. പിന്നെ നിന്ന് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്തേക്കണം. പോലീസാണ് അറസ്റ്റ് ചെയ്തേ? അല്ലടാ, ഇവിടെ ക്രൈംബ്രാഞ്ച് എസ് പി ചന്ദ്രബാനല്ലേ, ഇവിടെ നേരിട്ട് നോക്കിയതായിട്ട്. ഹൃദയം എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്തുകൊണ്ട് തുടക്കം. ഇപ്പോൾ നായകനായി അഭിനയിക്കുന്ന മൃദുഭാവി ദൃഢകൃത്യ എന്ന സിനിമ തിയേറ്ററിലെത്താൻ പോവുകയാണ്. നാളെ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ ചില രസകരമായ കാര്യങ്ങളൊക്കെ സൂരജും ശിവരാജും സംസാരിക്കുകയുണ്ടായി. ഓസ്ലർ സിനിമയിലൂടെയൊക്കെ ശ്രദ്ധേയനായ ശിവരാജ് ചിത്രത്തിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട്. ഷാജോൺ കരിയാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഭൂരിഭാഗവും പുതുമുഖങ്ങൾ തന്നെയാണ്. അവരുടെ എല്ലാം തുടക്കത്തിലുള്ള ജാള്യത മാറ്റാനായി ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നുവത്രേ. അതിലെ രസകരമായ കാര്യങ്ങളാണ് രണ്ടുപേരും ഷൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഏതുതരം വേഷവും ചെയ്യും, എങ്ങനെയും അഭിനയിക്കും എന്ന് തെളിയിക്കണമായിരുന്നു. ഒരു സ്റ്റേജിൽ എത്രത്തോളം വൾഗറായി മാറാൻ പറ്റുമെന്ന് ഒരു ടാസ്ക്കാണ് സംവിധായകൻ നൽകിയത്. അപ്പോൾ ശിവരാജ് തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ വൾഗറാവുകയായിരുന്നു അത്രേ. ആദ്യം ഷർട്ടൂരി, അപ്പോൾ തന്നെ തനിക്ക് നാണക്കേട് തോന്നിയെന്നാണ് സൂരജ് പറഞ്ഞത്. പിന്നാലെ പാൻസ് മൂരിയപ്പോൾ പെട്ടത് മറ്റുള്ളവരുമാണ്. ആദ്യം ചെയ്ത ശിവരാജിനെ പോലെ തന്നെ ചെയ്യാൻ പിന്നീട് ചെയ്ത മറ്റുള്ളവരും നിർബന്ധിതരാകുകയായിരുന്നു അത്രേ. പക്ഷേ അതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് സൂരജും ശിവയും പറയുന്നത്. പിന്നെ എന്തും ചെയ്യാമെന്ന ചിന്താഗതിയിലേക്ക് വന്നു. നാണം എന്ന സാധനം പാടെ എടുത്തു മാറ്റപ്പെട്ടു. പെട്ടെന്ന് തീർക്കേണ്ട ഷോട്ടുകളിൽ ഡ്രസ്സ് മാറാൻ റൂമിലേക്കൊപ്പം ഓടിപ്പോകേണ്ടി വന്നില്ല. പരസ്യമായി കുളിക്കുക വരെ ചെയ്തു. പരസ്പരമുള്ള ഞങ്ങളുടെ ബന്ധങ്ങൾക്കും ഒഴിവും മറയുമില്ലാതെ വന്നു. അതൊരു നല്ല ടാസ്ക് ആയിരുന്നു എന്നാണ് സൂരജിൻ്റെയും ശിവരാജിൻ്റെയും അഭിപ്രായം. ആ ടാസ്ക് സിനിമ ചിത്രീകരണത്തിന് വളരെയധികം സഹായിച്ചു എന്ന് സംവിധായകനും പറയുന്നു. സംവിധായകൻ സീനിയറാണ്, ഞങ്ങളെല്ലാം പുതുമുഖങ്ങളാണ് എന്നുള്ള ആർട്ടിസ്റ്റുകളുടെ ചിന്താഗതി മാറ്റിയപ്പോൾ തന്നെ വർക്കിംഗ് വളരെ സ്മൂത്തായിരുന്നു എന്നാണ് ഷാജോൺ കരിയാൽ പറയുന്നത്. അഭിനയിക്കുന്നവർ തമ്മിലുള്ള അടുപ്പം സിനിമയെ സഹായിക്കും. അതുകൊണ്ട് അവരെല്ലാവരും അടുത്തറിയുകയും ഇടപഴകുകയും വേണമെന്നത് തൻ്റെ ആവശ്യമായിരുന്നു. അതിനുള്ള സ്നേപ്സ് അവർക്ക് നൽകിയത് ആ വർക്ക്ഷോപ്പാണ് എന്ന് സംവിധായകൻ പറഞ്ഞു.